പത്തനംതിട്ട ചരൽക്കുന്നിൽ യുവാക്കൾക്ക് ക്രൂരപീഡനം. സ്വകാര്യ ഭാഗത്ത് സ്റ്റേപ്ലർ പിൻ അടിക്കുകയും കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഹണി ട്രാപ്പിൽ കുടുങ്ങിയ രണ്ട് യുവാക്കളാണ് ക്രൂരതയ്ക്ക് ഇരയായത്. സംഭവത്തിൽ ചരൽക്കുന്ന് സ്വദേശി ജയേഷ്, ഭാര്യ രശ്മി എന്നിവർ പിടിയിലായി. ശശിനാരായൺ ചേരുന്നു. ശശിനാരായൺ, എന്താണ് ഇക്കാര്യത്തിൽ പോലീസിന്റെ വിശദീകരണം? ഈ സംഭവം, ഈ കേസിന്റെ പശ്ചാത്തലം അതെങ്ങനെയാണ്? സെപ്റ്റംബർ 1-ാം തീയതിയാണ് ഇത്തരമൊരു കേസ് നടക്കുന്നത്. രണ്ട് യുവാക്കൾ, അതായത് ആലപ്പുഴ അതുപോലെ തന്നെ റാന്നി സ്വദേശികളെ രണ്ട് യുവാക്കളാണ് ഹണി ട്രാപ്പിൽപ്പെട്ട് ക്രൂരമായ മർദ്ദനമേൽക്കുന്നത്. അത് പ്രധാനമായും ഈ കോയിപ്പുറത്ത് ആന്താലിമണ്ണിൽ സ്വദേശികളായ രശ്മി, ജയേഷ് എന്ന് പറയുന്ന ദമ്പതികളാണ് ഇവരെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ക്രൂരമായി മർദ്ദിച്ചത്. ക്രൂരമായ മർദ്ദനം എന്ന് പറയുന്നത് സാധാരണ മർദ്ദിക്കുന്നതിനപ്പുറം ക്രൂരമായി ഈ ജനനേന്ദ്രിയത്തിൽ സ്റ്റേപ്ലർ പിന്നുകൊണ്ട് 23 സ്റ്റേപ്ലർ പിന്നാണ് ഈ യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ ഇവർ അടിച്ചത്. ഒപ്പം അതുകൂടാതെ ഇവരെ കെട്ടിത്തൂക്കിയിട്ട്, വീട്ടിനകത്ത് കെട്ടിത്തൂക്കിയിട്ട് ഇരുമ്പ് വടി കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. നഖത്തിൽ മുട്ടസൂചി അടിച്ചു കയറ്റുന്ന സംഭവം ഉണ്ടായി. അങ്ങനെ അവശയായ യുവാക്കളെ പിന്നീട് ഓരോ യുവാക്കളെയും പിന്നീട് ഈ ജയേഷ് തന്നെ തിരിച്ച് റോഡിൽ കൊണ്ട് ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ്. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട റാന്നി സ്വദേശി പറഞ്ഞ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ റാന്നി സ്വദേശിയും ജയേഷും സുഹൃത്തുക്കളാണ്. അവർ നേരത്തെ പരിചയമുള്ളവരാണ്. ഓണത്തിന് വീട്ടിലോട്ട് എത്തണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് റാന്നി സ്വദേശിയായ യുവാവ് അവിടെ എത്തിയത്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പെപ്പർ സ്പ്രേ മുഖത്തടിക്കുകയും പിന്നീട് ക്രൂരമായ മർദ്ദനം തുടങ്ങുകയായിരുന്നു. ആ മർദ്ദനത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ ജനനേന്ദ്രിയത്തിൽ സ്റ്റേപ്ലർ പിൻ 23 സ്റ്റേപ്ലർ പിന്നെ അടിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് കയറിട്ട് കെട്ടി ജനലിൽ കെട്ടി തൂക്കിയതിനു ശേഷം ക്രൂരമായി ഇരുമ്പ് വടി കൊണ്ട് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം ഈ ജയേഷ് ചെയ്യുമ്പോൾ ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തുന്നത് ഈ രശ്മിയാണ്. രശ്മി പറയുന്നത് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഇത്തരം കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ കൊന്നുകളയും എന്നുള്ള രീതിയിലാണ് രശ്മി പറയുന്നത്. അങ്ങനെ പറഞ്ഞ് ഓരോ സമയവും മർദ്ദിക്കുകയും പിന്നീട് ഈ രശ്മിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിക്കാൻ പറയുന്നു. അത് ജയേഷ് ചിത്രീകരിക്കുന്നു. അങ്ങനെ ക്രൂരമായ രീതിയിലുള്ള പീഡനം ഇവർക്ക് ഏൽക്കേണ്ടി വന്നു. ഓരോ ഈ രണ്ട് കേസും ഈ റാന്നി സ്വദേശിയുടെ ആലപ്പുഴ സ്വദേശിയുടെ രണ്ട് സമയങ്ങളിലാണ് നടക്കുന്നത്. ആദ്യത്തെ 1-ാം തീയതി നടക്കുന്നതിന് ശേഷമാണ് ആലപ്പുഴ സ്വദേശിയുടെ കാര്യം പിന്നീട് പുറത്തു വരുന്നത്. എന്തായാലും ഇവരെ വീടുകളിൽ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുകയും ഈ പണം തട്ടിയെടുക്കുകയും, അതായത് റാന്നി സ്വദേശിയുടെ കയ്യിൽ നിന്നും പണവും തട്ടിയെടുത്ത് ഐഫോണും തട്ടിയെടുത്താണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും യുവാക്കൾക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കൈകാലുകൾക്കും വാരിയലുകൾക്കും മുഖത്തുമൊക്കെ ക്രൂരമായ മർദ്ദനമേറ്റ് അവശനിലയിലായ യുവാവിനെ പുതുമണ്ണ് എന്ന സ്ഥലത്ത്, മാരാമണിയുടെ പുതുമണ്ണ് എന്ന സ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഈ റാന്നി സ്വദേശിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ആശുപത്രിക്കാരോട് ഇത് ഇത്തരം മാനക്കേടോർത്ത് പറയാതിരിക്കുകയാണ്. ഇങ്ങനെ സംഭവം ഉണ്ടായത് കാര്യം പറഞ്ഞില്ല, വേറെ മറ്റു കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഡോക്ടർമാർക്ക് തോന്നിയ സംശയമാണ് പിന്നീട് പോലീസിനെ ഈ വിവരം അറിയിക്കുകയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തുകൂടിയാണ് ഇത്തരം ഒരു ഹണി ട്രാപ്പിൽ പെട്ടെന്നും തങ്ങളെ മർദ്ദിച്ചു എന്നുള്ള വിവരം റാന്നി സ്വദേശി പറയുന്നത്. അതിന് പിന്നാലെയാണ് ആലപ്പുഴ സ്വദേശിയും സമാനമായ ഈ പരാതിയുമായി രംഗത്തെത്തുന്നത്. രണ്ടുപേർക്കും ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും ഇവര് ഒരു സൈക്കോ മനോഭാവമുള്ള ദമ്പതികളാണെന്നാണ് ഈ മർദ്ദനമേറ്റ യുവാക്കളുടെ മൊഴിയിൽ നിന്നും പോലീസ് പറയുന്നത്. മർദ്ദിക്കുമ്പോൾ വളരെ ഇവര് രക്തം ശരീരത്തിൽ വരുമ്പോഴൊക്കെ വളരെ ആസ്വദിച്ച് ചിരിക്കുന്നതായും രശ്മി ചിരിക്കുന്നതായും ഒക്കെ റാന്നിയിലെ മർദ്ദനമേറ്റ യുവാവ് പറയുന്നുണ്ട്. അങ്ങനെ ഈ ക്രൂരമായി ഇവരെ മർദ്ദിക്കുന്ന സമയത്തെല്ലാം ഓരോ സമയം വളരെ ആസ്വദിച്ച് ഏറ്റവും ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളതും ഈ വളരെ മോശമായി പെരുമാറിയത് രശ്മിയാണെന്നാണ് റാന്നി സ്വദേശിയായ യുവാവ് പറയുന്നത്. അങ്ങനെ ക്രൂരമായ മർദ്ദനത്തിന് ഹണി ട്രാപ്പിനൊപ്പം, സാധാരണ ഹണി ട്രാപ്പ് എന്ന് പറയുമ്പോൾ പണം അപഹരിക്കുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നഗ്നചിത്രങ്ങളിൽ പറഞ്ഞുവിടുകയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് അതിനപ്പുറത്തേക്ക് ക്രൂരമായി ഇവരെ മർദ്ദിച്ചു. ഒരുപക്ഷെ അവർ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പറയാൻ ഇവർക്ക് മാനക്കേടോർത്തും ഇത്തരം കാര്യങ്ങൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നുള്ള നാണക്കേടോർത്താണ് ഇത്രയും നാൾ ഇവർ പുറത്തു പറയാറുണ്ട്. ഡോക്ടർമാർക്ക് തോന്നിയ സംശയമാണ് പിന്നീട് കേസ് പോലീസിലെത്താണ്. പോലീസ് വിശദമായ അന്വേഷണത്തോടെയാണ് പ്രതികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കോഴിപ്പുറം പോലീസ് സ്റ്റേഷനാണ് കേസിന്റെ പരിധി. അതുകൊണ്ട് രണ്ടുപേരെയും കോഴിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്ത് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ സമാനമായ രീതിയിൽ ഇവര് ആരെങ്കിലും ഇത്തരത്തിൽ ഹണി ട്രാപ്പിൽപ്പെടുത്തി പണം അപഹരിക്കുകയോ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ മർദ്ദിക്കുകയോ ചെയ്തുള്ള വിവരങ്ങൾ കൂടി പോലീസ് തിരക്കുകയാണ്. എന്തായാലും സൈക്കോ മനോഭാവമുള്ള ആളുകൾ, എഫ്ഐആറിൽ കാണുന്ന നമുക്ക് എഫ്ഐആറിനകത്ത് ചില കാര്യങ്ങൾ വായിക്കാനും പുറത്തു പറയാനും കഴിയാത്ത കാര്യങ്ങൾ കൂടി പോലീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് പറയാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ഈ രണ്ട് യുവാക്കൾക്കും, ആലപ്പുഴയുള്ള യുവാവിനും
റാന്നി യുവാവിനുമാണ്. ഈ രണ്ടുപേർക്കാണ് ഇത്തരത്തിൽ ക്രൂരമായ ഹണി ട്രാപ്പിൽപ്പെടുത്തി ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. എന്തായാലും രണ്ടുപേരും അവശനിലയാണ്. രക്തം ഛർദ്ദിക്കുന്ന അവസ്ഥ വരെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. വിദഗ്ധ ചികിത്സയിലാണ് അവർ രണ്ടുപേരും ഉള്ളത്. ഓക്കെ, എന്തായാലും ഇത് ഇവരുടെ ഒരു സൈക്കോ മനോഭാവം ഈ കേസിന്റെ സ്വഭാവത്തിൽ തന്നെ വ്യക്തമാവുന്ന കാര്യമാണ്. ശശിനാരായൺ, സമാനമായ മുമ്പും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് പോലീസ് പരിശോധിക്കുന്നുണ്ടോ? അങ്ങനെയല്ലേ പോലീസിന്റെ നീക്കം? ഇതിൽ പോലീസ് ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ടോ ഈ കേസിന്റെ ഒരു സ്വഭാവവും രീതിയും സംബന്ധിച്ച്? തീർച്ചയായിട്ടും SP യുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കാരണം ഇത്തരം ഒരു കാര്യം ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു കേസ് വരുന്നത് തന്നെ ആദ്യമാണ്. അത് ഹണി ട്രാപ്പിൽ ആളുകളെ തട്ടിക്കൊണ്ടുപോയി ചിലപ്പം നഗ്നചിത്രങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, പണം തട്ടിയെടുക്കുക, ഇങ്ങനെയുള്ള രീതികളാണ് സ്വാഭാവികമായിട്ട്. പക്ഷേ ക്രൂരമായി ഇവരെ കൊല ചെയ്യുന്ന രീതിയിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി അരിഞ്ഞു മുറുക്കി കയറ് കെട്ടി തലകീഴായി കെട്ടി തൂക്കി മർദ്ദിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രക്തം മുഖത്തുനിന്ന് ഈ കമ്പി പൊടി കൊണ്ട് അടിച്ച് രക്തം മുഖത്തുനിന്നൊക്കെ പല്ലൊക്കെ പൊഴിയുന്ന സാഹചര്യത്തിലേക്ക് മർദ്ദിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ അത് ഒരു മനോവൈകൃതത്തിന്റെ കാര്യമാണെന്നാണ് പോലീസ് പറയുന്നത്. സമാനമായ രീതിയിൽ ഈ തട്ടിക്കൊണ്ടുപോയ ആളുകൾ ഒരു പരാതി, അതായത് റാന്നി സ്വദേശി പറയുന്നത് ഇവർക്ക് ഈ ആഭിചാരക്രിയ പോലെ എന്തെങ്കിലും ഇവർ നടത്താൻ ഉള്ള പ്ലാൻ ഉണ്ടോ, അത്തരം ചില മനോഭാവം ഉള്ളവരാണെന്നുള്ള രീതിയാണ് ഈ റാന്നി സ്വദേശിയായ യുവാവ് പറയുന്നത്. ശരി, ശശിനാരായൺ ഒന്ന് തുടരുക. ഡോക്ടർ മോഹൻ റോയി, മനോരോഗ വിദഗ്ധൻ, അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ മോഹൻ റോയി, ഈ കേസ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമോ? പത്തനംതിട്ടയിൽ നിന്നാണ് ഇത്തരമൊരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ഹണി ട്രാപ്പിൽ കുടുക്കപ്പെട്ട 2 യുവാക്കൾക്ക് നേരിടേണ്ടി വന്ന വലിയ മർദ്ദനമാണ്. ഈ ദമ്പതികൾക്ക് ചില ഒരു സൈക്കോ സ്വഭാവമുണ്ട് എന്നത് അതിൽ കൊടുക്കപ്പെട്ട ആളുകൾ തന്നെ ആരോപിക്കുന്നുണ്ട്. പോലീസിൻ്റെ FIRലും ചില സൂചനകളുണ്ട്. ഈ ഒരു കേസിൻ്റെ സ്വഭാവം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇങ്ങനെയുള്ള പ്രതികൾ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഇതിൽ ആനന്ദം കണ്ടെത്തുന്നവർ ഉണ്ടാവുന്നത്? ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ അറിയുന്നത് പുതുമയൊന്നുമല്ലല്ലോ. കാരണം ആഭിചാരക്രിയകൾക്ക് വേണ്ടി ആൾക്കാരെ കൊല്ലുന്നുണ്ട്, കൊടും ക്രൂരകൃത്യം നടത്തുന്ന കുറ്റവാളികളുണ്ട്. എന്തിനധികം നിയമ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ എത്ര ക്രൂരമായിട്ടാണ് തങ്ങളുടെ മുന്നിൽ എത്തുന്ന നിരപരാധികളോ കുറ്റവാളികളല്ലാത്തവരോ ആയ ആൾക്കാരെ ശാരീരികമായും മാനസികമായും നിയമപരമായും പീഡിപ്പിക്കുന്നതിന്റെ എത്രത്തോളം ദൃശ്യങ്ങൾ നമ്മൾ കാണുകയും കേരളം അതൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം മാനസിക വൈകല്യമുള്ള, മാനസിക പ്രശ്നങ്ങളുള്ള, അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യമുള്ള ആൾക്കാർ ധാരാളമുണ്ട്. ഇവരിൽ നിന്നുമൊക്കെ അറിഞ്ഞ് രക്ഷപ്പെടുക, മാറി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഇത്തരത്തിൽ വ്യക്തിത്വ വൈകല്യമുള്ളവരാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണം സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യം അഥവാ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന വൈകല്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇവർക്ക് മറ്റുള്ളവരെ എത്ര ക്രൂരമായും പീഡിപ്പിക്കാൻ സാധിക്കും. അതായത് ഈ ചോര പൊടിയുന്നത് കണ്ടാലോ മറ്റുള്ളവർക്ക് അതിക്രൂരമായി അവരെ വേദനിപ്പിക്കുമ്പോഴോ ഒക്കെ യഥാർത്ഥത്തിൽ ഇവർക്കൊരു ആനന്ദം ഉണ്ടാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ലോകപ്രശസ്തമായ പല പഠനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചില സെക്ഷൽ ഒഫൻഡേഴ്സ് ഉണ്ട്. അതായത് ലൈംഗികമായി അതിജീവിതകളെ, ഇരകളെ പീഡിപ്പിക്കുന്ന ആൾക്കാർക്കൊക്കെ അവരെ ഈ പീഡിപ്പിക്കുമ്പോൾ ആ പീഡനത്തിന്റെ പരകോടിയിലാണ് അവർക്ക് ലൈംഗികമായ ഉത്തേജനം കിട്ടുന്നത്. എത്തരത്തിലുള്ള മനോവൈകൃതമുള്ള ആൾക്കാർ വരെയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. അതോടൊപ്പം ഇവരുടെ ഒരു പ്ലാനിങ്ങും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവാദികളും ഒക്കെ ഇവരുടെ വലയിൽ ചെന്നങ്ങ് വീണുപോകും. ഇതിന്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മളിപ്പോ യുവജനങ്ങളുടെ ഇടയിലൊക്കെ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള പലവിധ മനോവൈകല്യങ്ങളുള്ളവരാണ്. ഈ ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ പോയ ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ നമുക്കറിയാം അവരൊക്കെ എന്ത് ബുദ്ധിമുട്ടിലൂടെയും കഷ്ടപ്പാടിലൂടെയും നടന്ന് കഴിഞ്ഞു പോകുന്നതെന്ന്. ഇവരിൽ നിന്ന് ഓടി ഒളിക്കാനോ രക്ഷപ്പെടാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർ ഉടനെ ഒരു കെയറിംഗ് ആറ്റിറ്റ്യൂഡ് പുറത്തെടുക്കുകയും അത് തങ്ങളുടെ സ്നേഹത്തിന്റെ മറ്റൊരു ഭാവമാണെന്ന് പറയുകയും വീണ്ടും അവരെ അടിമത്തത്തിന്റെ ചങ്ങലകളിലേക്ക് തളച്ചിടുകയും ചെയ്യുന്നതായ ധാരാളം സംഭവങ്ങൾ വ്യക്തിപരമായി ആൾക്കാരുടെ ഹിസ്റ്ററി കേട്ട് കഴിയുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ അകന്ന് ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് എങ്ങനെ ഇത്തരം ആൾക്കാരെ തിരിച്ചറിയാമെന്നുള്ളത് പൊതുവായ അവരുടെ പെരുമാറ്റ രീതികളിൽ നിന്നും മറ്റും തിരിച്ചറിയാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും ആൾക്കാരുമായുള്ള വ്യക്തിബന്ധങ്ങളിൽ നമ്മുടെ ഒരു റിസ്ക് അസസ്മെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ റിസ്ക് പ്രൊഫൈലിംഗ് എന്ന് പറയാം. അതിന് ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു റോഡിൽ നിൽക്കുകയാണ്, നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അറിയാമല്ലോ, നമുക്ക് കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള പച്ച ലൈറ്റ് കണ്ടാൽ തന്നെ, എന്തിന് വാഹനങ്ങൾക്ക് പോകാനുള്ള പച്ച ലൈറ്റ് കത്തിയാൽ തന്നെ അതിന്റെ ഇടയിലേക്ക് ചാടി വീഴുന്ന വാഹനങ്ങളും ജനങ്ങളും ഒക്കെ ഉള്ള നാടാണിത്. അപ്പോ അങ്ങനെ റെഡ് സിഗ്നൽ മാറി ഗ്രീൻ സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മളൊന്ന് ശ്രദ്ധിച്ച് രണ്ട് വശത്തെയും നോക്കി വാഹനങ്ങൾ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാവൂ എന്ന് പറയുന്നത് പോലെ ആൾക്കാരുടെ ബന്ധങ്ങളിൽ, ആൾക്കാരുമായിട്ടുള്ള
പഴകുമ്പോഴൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതിനുവേണ്ട പരിശീലനങ്ങളും മറ്റുമൊക്കെ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഒക്കെ തന്നെ കൊടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ അറിയുകയും ഇത്തരം ആൾക്കാരിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറി നിൽക്കുകയും ഇനി അഥവാ നിർഭാഗ്യവശാൽ നമുക്കറിയാൻ പറ്റില്ലല്ലോ, നമുക്കത് പണ്ട് നാട്ടിലൊക്കെ പറയുമല്ലോ, ചക്കയാണെങ്കിലല്ലേ നമുക്ക് ചൂഴ്ന്നെടുക്കാൻ സാധിക്കൂ എന്നുള്ളത് പോലെ ഒരു മനുഷ്യന്റെ കൃത്യമായ സ്വഭാവം ചുരുങ്ങിയ കാലയളവിലൊന്നും ചൂഴ്ന്നെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് ഒട്ടും നാണിക്കാതെ ഒട്ടും മറയ്ക്കാതെ കൃത്യമായി നിയമ സംവിധാനത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുകയും ഇത്തരം ആൾക്കാരെ നിയമത്തിന് വിട്ടുകൊടുക്കുകയും വേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള ഇതിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ചെറിയ പരിവർത്തനവും മറ്റും ഉണ്ടായത്. അപ്പൊ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവേണ്ടതുണ്ട്. നാം ഇവരെ തിരിച്ചറിയേണ്ടതുണ്ട്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിയമ സംവിധാനത്തിന്റെ മുന്നിൽ കൃത്യമായി എത്തിക്കേണ്ടതുണ്ട്. നിയമ സംവിധാനം ഇവർക്കുള്ള തുടർ ശിക്ഷയും മറ്റും ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊരു ശാശ്വതമായ പരിഹാരം എന്നതിനപ്പുറം ഒരു പരിധിവരെയെങ്കിലും ഉള്ളൊരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഡോക്ടർ, ഈ നമ്മൾ പലപ്പോഴും ഹണി ട്രാപ്പ് കേസുകൾ അറിയാം, ഇവർക്ക് ലക്ഷ്യം പണം തട്ടിയെടുക്കുക, അങ്ങനെ ചില ലക്ഷ്യങ്ങളാവാം, അല്ലെങ്കിൽ മറ്റു ചില വെല്ലുവിളികൾ. പക്ഷേ ശരീരഭാഗങ്ങളിൽ ഇങ്ങനെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഇതൊരു മനോവൈകല്യത്തിന്റെ ഭാഗം തന്നെയാണ്, അങ്ങനെ കരുതണം അല്ലേ? അല്ല, ഇതിപ്പോ നോക്കൂ, ഇത് എന്ത് കുറ്റകൃത്യം നടത്തിയാലും അവരുടെ വ്യക്തിത്വം അതിൽ പ്രതിഫലിക്കുമല്ലോ. ഇപ്പൊ സാധാരണ കുറ്റകൃത്യം നടത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു മനോവൈകല്യത്തിന്റെ ഭാഗമാണ്. ഇനി ഈ ചർച്ച കേൾക്കുമ്പോൾ മറ്റേ പലരും വിചാരിക്കുമായിരിക്കും മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ വന്നിരുന്ന് ഇത്തരത്തിലുള്ള ആൾക്കാരെ എങ്ങനെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അത് തെറ്റാണ്. കാരണം മാനസിക രോഗമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കുറ്റവാളിയെ വെറുതെ വിടത്തൊന്നുമില്ല. അതിലും വ്യക്തിത്വ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടൊന്നും ഒരു കുറ്റവാളിയെ ശിക്ഷിക്കാതെ വിടത്തൊന്നുമില്ല. അത് ഒന്നാമത്തെ വശം. രണ്ടാമത്തെ വശം, ഏത് കുറ്റകൃത്യം ചെയ്യുമ്പോഴും അതിൽ ആളിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒരു കയ്യൊപ്പ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള മനോവൈകല്യമുള്ള, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മനോവൈകല്യമുള്ള ആൾക്കാരാണെങ്കിൽ കുറ്റകൃത്യത്തിലും അത് ഉണ്ടാകും. അവരുടെ ഹാൻഡ് മാർക്ക്, അവരുടെ സിഗ്നേച്ചർ അവരതിൽ പതിപ്പിച്ചിരിക്കും. അതാ കാണുന്നത്. ഇത് തന്നെയാണ് പലപ്പോഴും കേരളം ചർച്ച ചെയ്തിരിക്കുന്ന ഏറ്റവും കൊടും കുറ്റവാളി. റെയിൽവേ ട്രാക്കിൽ വീണ പെൺകുട്ടിയുടെ തല പിടിച്ച് റെയിൽവേ ട്രാക്കിൽ അടിച്ച് അവളെ ബോധം നശിപ്പിച്ചതിന് ശേഷം അവളെ ലൈംഗികമായി ഉപദ്രവിക്കുമ്പോഴും അല്ലെങ്കിൽ അടിവയറ്റിൽ കത്തി കുത്തി ഇറക്കിയതിനു ശേഷം തിരിച്ച് വലിച്ചെടുക്കുമ്പോഴുള്ള അപ്പോഴതിന് സന്തോഷമാണെന്ന് പറഞ്ഞു. ഇപ്പൊ എന്തിന് നമ്മൾ പണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിർഭയ കേസിൽ ഉൾപ്പെടെ ആ പെൺകുട്ടി ഏറ്റവും അതിക്രൂരമായി ഉപദ്രവിച്ചിരുന്നത് 18 വയസ്സാവാത്ത ഒരു കൗമാരക്കാരനായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള മനോവൈകൃതമുള്ളവരുണ്ട്. ഇത് മനോവൈകൃതം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശിക്ഷയിൽ നിന്ന് വന്ന് വിടുതൽ ചെയ്യുമെന്നൊന്നുമില്ല. അവരുടെ റിഫോർമേഷനാണ് ഉദ്ദേശിക്കേണ്ടത്. അങ്ങനെ റിഫോർമേഷൻ ഉണ്ടായില്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് അവരെയും അവരിൽ നിന്ന് സമൂഹത്തെയും മാറ്റി നിർത്തേണ്ടതുണ്ട്. അതിന് ശിക്ഷാ കാലാവധി എത്രയെങ്കിലും വർഷത്തേക്ക് കൂട്ടുക, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റോ മറ്റോ, അത് സംവിധാനങ്ങൾ തീരുമാനിക്കേണ്ടത്. എന്തായാലും ഇവർ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ യോഗ്യരല്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തേണ്ടത്. വളരെ നന്ദി ഡോക്ടർ മോഹൻ റോയ് പ്രതികരിച്ചതിന്. എന്തായാലും ഈ വിഷയത്തിൽ മനോവൈകല്യം തന്നെയാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നതാണ് അതിൻ്റെ ചുരുക്കം. ശശിനാരായണൻ തുടരുന്നുണ്ട്. ശശിനാരായണൻ, പോലീസിൻ്റെ FIR-ൽ ആ ക്രൂരത കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് ചില പരാമർശങ്ങളൊന്നും നമുക്ക് പ്രേക്ഷകരെ നേരിട്ട് കേൾപ്പിക്കാൻ പോലും വയ്യാത്ത തരത്തിലുള്ള ചില പരാമർശങ്ങൾ പോലും അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പോലീസിൻ്റെ നടപടി ഉണ്ടായിരിക്കുന്നത് റാന്നി സ്വദേശിയുടെ പരാതിയിലാണോ അതല്ലെങ്കിൽ ആലപ്പുഴ സ്വദേശിയുടെ കേസിലാണോ? രണ്ട് കേസിലും സമാനമായ സംഭവം തന്നെയാണോ ഉണ്ടായിരിക്കുന്നത്? സജിത്ത്, രണ്ട് കേസും പോലീസ് രജിസ്റ്റർ ഉണ്ട്. രണ്ട് FIR ആയിട്ടാണ്. കൃത്യമായി രണ്ടുപേർക്കും അതിൽ കേസുകളുണ്ട്. ആദ്യം ഈ റാന്നി സ്വദേശി സെപ്റ്റംബർ 1 നടന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അഡ്മിറ്റ് ആയതിനു ശേഷമാണ് കേസിലേക്ക് പോകുന്നത്. അതിന്റെ വിശദമായ അന്വേഷണത്തിലാണ് ഈ ആലപ്പുഴ സ്വദേശിയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മർദ്ദനമേൽക്കേണ്ട സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഈ രണ്ട് കേസും പോലീസ് എടുത്തിട്ടുണ്ട്. ഏതായാലും രണ്ടുപേരുടെ മൊഴികളും ഈ സമാനമായ രീതിയിൽ ഈ റാന്നി സ്വദേശി പറയുന്നതിന് സമാനമായി തന്നെയാണ് ആലപ്പുഴ സ്വദേശി പറഞ്ഞത്. രണ്ടുപേർക്കും ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടതായി വന്നു. അത് ഈ സൈക്കോ മനോഭാവമുള്ള പ്രതികൾ എന്നാണ് പോലീസ് ഒറ്റ വാക്കിൽ പറയുന്നത്. ഇവരുടെ മാനസികമായി അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അത് തന്നെയാണ്, അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായ രീതിയിൽ ഇവരെ മർദ്ദിക്കില്ല എന്നുള്ളതാണ്. റാന്നി സ്വദേശിയുടെ സുഹൃത്താണ് ജയേഷ്. അവർ ഒന്നിച്ച് ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ നിന്നാണ് ഈ ഓണത്തിന് വിളിച്ചുകൊണ്ടുമാണ് ഈ റാന്നി സ്വദേശി അവിടെ ചെല്ലുന്നത്. അങ്ങനെയാണ് വീട്ടിൽ ചെന്ന് സംസാരിച്ചിരിക്കുകയാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അത്തരത്തിലാണ് കേസുള്ളത്. യെസ്, ഡോക്ടർ സുബ്രത് നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ, ഈ വിഷയത്തിൽ ഈ പ്രതികളുടെ ഒരു മനോനില അത് വളരെ അപൂർവം എന്ന് തോന്നുന്നു. കാരണം പോലീസിൻ്റെ FIR തന്നെ ഈ കേസിൻ്റെ സ്വഭാവവും അവരുടെ ക്രൂരതയും വിവരിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ നമുക്ക് ഇത്തരം അനുഭവങ്ങളുണ്ടോ? കാരണം ഈ ഹണി ട്രാപ്പ് കേസുകളിലും മറ്റും പണം തട്ടിച്ചെടുക്കുക, അങ്ങനെ ചില ലക്ഷ്യങ്ങളാണുള്ളത്. പക്ഷേ ഇവിടെ ഈ പ്രതികൾ ഈ കുടുക്കിയവരെ ക്രൂരമായി അവരെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുത്തി അതിൽ ആനന്ദം കണ്ടെത്തി എന്നതാണ് ഇതിൻ്റെ ഒരു സ്വഭാവം വ്യക്തമാവുന്ന കാര്യം. എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ സമൂഹത്തിലുണ്ടോ? ഓക്കെ, ഗുഡ് മോർണിംഗ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് നമ്മൾ സംസാരിക്കണമെങ്കിൽ
നമ്മൾക്ക് അതിന്റെ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ്, അതുപോലെ തന്നെ ഈ ഒരു ക്ലയൻസുമായിട്ടൊരു 1-to-1 ഇന്ററാക്ഷൻ ഒക്കെ സാധ്യമായെങ്കിൽ മാത്രമാണ് ഈ ഒരു വ്യക്തികളിൽ അല്ലെങ്കിൽ ഈ കപ്പിൾസിനിടയിൽ, ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിനിടയിൽ ഇതുപോലെ എന്തെങ്കിലും അവർക്ക് വൈകൃതങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു ജനറൽ രീതിയിൽ പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾക്കിടയിൽ സമൂഹത്തിൽ ഇതുപോലെ ഈ ഒരു മാനസിക വൈകൃതങ്ങളുള്ള ആളുകളുണ്ട്, പെരുമാറ്റ വൈകൃതങ്ങളുള്ള ആളുകളുള്ളതായിട്ട് പല കേസുകളിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ കുറച്ചും കൂടെ ആഴത്തിൽ ചിന്തിക്കുന്ന സമയത്ത് പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയതുകൊണ്ട്, അതേപോലെ തന്നെ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾക്ക് ആളുകളുടെ സ്വഭാവത്തിൽ പല ഭാഗങ്ങളിലും പല സമയങ്ങളിലും പല അവസ്ഥകളിലും അവരിൽ നിന്ന് ഇതുപോലെയുള്ള ഒരു കാടത്തം, അവരിൽ നിന്ന് ഇതുപോലെയുള്ള ഒരു മനുഷ്യത്വരഹിതമായ ഇൻഹ്യൂമെയിൻ ആയിട്ടുള്ള പല പ്രവൃത്തികളും നമ്മൾക്ക് ശ്രദ്ധയപ്പെടാറുണ്ട്. പക്ഷേ നമ്മളൊരു പെരിഫറൽ ലെവലിൽ ഇവരെല്ലാവരും ഒരുപോലെ ആയിരിക്കും നമ്മൾക്ക് ഫീൽ ചെയ്യുള്ളൂ. അതായത് ഒരു സൈക്കോപാത്ത് ആയിട്ടുള്ള ഒരാള്, അതേപോലെ തന്നെ ഒരു ഇതുപോലെ വൈകൃതങ്ങളുള്ള ഒരാളെ ഒരു പെരിഫറൽ ലെവലിൽ നമ്മൾക്ക് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരോട് അടുത്ത് വരുന്ന സമയത്ത്, അവരോട് കുറച്ചും കൂടെ ചേർന്ന് പെരുമാറുന്ന സമയത്തായിരിക്കും, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആവുമ്പോഴും ചേർന്ന് വരുമ്പോൾ, അവരോട് ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന സമയത്താണ് അവരുടെ പെരുമാറ്റത്തില്, അവരുടെ സ്വഭാവത്തില്, അവരുടെ വ്യക്തിത്വത്തിലൊക്കെയുള്ള ഇതുപോലെയുള്ള ഒരു ഡെസ്പാരിറ്റി, ഒരു വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, ഏതെങ്കിലും തരത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഇവര് ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റമായിരിക്കും അവരുടെ അടുത്ത് ഉണ്ടാവുക. അത് ചിലപ്പോൾ ഭയങ്കര ഇൻഹ്യൂമെയിൻ ആയിട്ടുള്ള, ഇതിപ്പോ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന ഇതുപോലെയുള്ള ഭയങ്കരമായിട്ടുള്ള, ഒരിക്കലും ഒരു മനുഷ്യന് സാധൂകരിക്കാൻ പറ്റാത്ത, നമ്മൾക്കത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ക്രൂവൽ ആയിട്ടുള്ള പല ബിഹേവിയർ പാറ്റേണും അവരുടെ അടുത്തുനിന്ന് വരാൻ ചാൻസുകളുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾക്ക് ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാള് എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലെ വൈകൃതങ്ങളുള്ള ഒരാളാണോ എന്ന് പെരിഫറൽ ലെവലിൽ അസസ് ചെയ്യാനുള്ള ടൂളുകളൊന്നും നമ്മൾക്കിപ്പോൾ അവൈലബിൾ അല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ തരത്തിൽ ഇവരുടെ മനോനില സംബന്ധിച്ച് ഒരുപക്ഷെ ഇത്തരം കേസുകളിൽ ഇത്തരം ആളുകൾ പെടുമ്പോൾ നിയമപരമായി ഇത് കോടതികളിലും മറ്റും എത്തുമ്പോൾ ഇവരുടെ ഒരു മനോവൈകൃതം, അതിൻ്റെ ഒരു ഇളവ് ഇവർക്ക് കിട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ടോ ഇത്തരം കേസുകളിൽ? കാരണം ഇത് യുവാക്കൾ പെട്ടുപോയ സംഭവമാണ്. അവർക്ക് പിന്നീട് ഇത് കേസും അതിൻ്റെ നിയമ നടപടികളും, ഈ വാർത്തകൾക്കപ്പുറം അതിൻ്റെ നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ ഇത്തരം മനോവൈകൃതമുള്ളവരെ എന്ന ഒരു സാധ്യത ഇവർ ആ തരത്തിൽ നിയമപരമായി പ്രയോജനപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ? അത് പ്രയോജനപ്പെടുത്താനുള്ള സാധ്യത എന്നുള്ളതിനെക്കാട്ടിലും അപ്പുറത്തേക്ക് നമ്മളിത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒരാളുടെ മനോവൈകൃതം, അതുപോലെ തന്നെ ഈ ഒരു മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്നതിൽ, മറ്റുള്ളവരെ ഒരു മനുഷ്യത്വരഹിതമായ രീതിയിൽ ഭീകരമായി ഉപദ്രവിച്ചിട്ട് അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്ന, നമ്മളെല്ലാവരും പറയുന്ന ഒരു സാഡിസ്റ്റ് ചിന്താഗതി എന്നൊക്കെ പറയും, സാഡിസ്റ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും. അതുപോലെ അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും അവര് ഇതുപോലെയുള്ള ഇനി ക്രൈമുകൾ, ഇതുപോലെയുള്ള അവസ്ഥകളിലേക്ക് പോവാത്ത തരത്തിലുള്ള റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് നൽകണമെന്നുമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. ഒരേ സമയം തന്നെ നമ്മളുടെ നിയമം അനുശാസിക്കുന്ന നടപടികൾ അവരുടെ കൂടെ തന്നെ ഇവരുടെ ഈ ഒരു പേഴ്സണാലിറ്റിയിൽ വരുന്ന പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള, അതിനെ മോഡിഫൈ ചെയ്യാനുള്ള റീഹാബിലിറ്റേഷൻ പ്രോസസ്സുകൾ കൂടെ ഇതിൽ ഉൾപ്പെടുത്തണമെന്നുകൂടെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു അവസരത്തിൽ. വളരെ നന്ദി ഡോക്ടർ. എന്നാലും പ്രതികരിച്ചതിന്. പത്തനംതിട്ട ചരൽക്കുന്നിലാണ് യുവാക്കൾക്ക് ക്രൂര പീഡനമുണ്ടായത്. സ്വകാര്യ ഭാഗത്ത് സ്റ്റാഫർ പിൻ അടിക്കുകയും കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഹണി ട്രാപ്പിൽ കുടുക്കിയ രണ്ട് യുവാക്കളാണ് ക്രൂരതയ്ക്കിരയായത്. റാന്നി സ്വദേശിയും ഒപ്പം ഒരു ആലപ്പുഴ സ്വദേശിയും. സംഭവത്തിൽ ചരൽക്കുന്ന് സ്വദേശിയും ജയേഷ് ഭാര്യ രശ്മി എന്നിവരാണിപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. പോലീസ്